നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിൽ എഴുപുന്ന പഞ്ചായത്ത് അങ്കണവാടി നിയമനത്തിൽ വൻ അഴിമതിയും സ്വജനപക്ഷപാതവും. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അടിയന്തരമായി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് എഴുപുന്ന പഞ്ചായത്ത് ഭരണപക്ഷ അംഗങ്ങൾ വാർത്താസമ്മേളനം നടത്തി. മുൻ ഭരണപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ദ്രുതഗതിയിൽ നടത്തിയ നിയമനങ്ങൾക്ക് പിന്നിൽ വലിയ ദുരൂഹതകളുണ്ടെന്ന് ഭരണപക്ഷം ആരോപിച്ചു. മിന്നൽ വേഗത്തിലുള്ള നിയമനം. ആരോപണങ്ങൾ ഇങ്ങനെ: രേഖകൾ വ്യക്തമാക്കുന്നതനുസരിച്ച് അമ്പരിപ്പിക്കുന്ന വേഗതയിലാണ് അങ്കണവാടി നിയമന നടപടികൾ പൂർത്തിയാക്കിയത്. ഭരണമാറ്റം മൂലം നിയമനത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കമെന്ന് ഭരണപക്ഷം ആരോപിക്കുന്നു. 3 മണിക്ക് ശേഷം ഇവിടെ ഞങ്ങൾക്കൊരു ലിസ്റ്റ് കിട്ടി. അങ്കണവാടി വർക്കർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റ് ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇന്നലെ 3 മണിക്ക് ശേഷം സെക്രട്ടറിയെ കൊണ്ട് ICD സൂപ്പർവൈസർ കൊടുത്തു. കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്താണ് ഇവിടെ ഒരു ഇന്റർവ്യൂ നടന്നത്. അംഗനവാടി വർക്കർമാരുടെ ഇന്റർവ്യൂ അത് നടന്നിരുന്നത്. അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നത് 11ഓളം പേരുടെ വേക്കൻസീസിൽ ആളെ എടുക്കുന്നു എന്നാണ്. 750 പേരോളം അതിനകത്ത് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് പേർക്ക് മാത്രമേ കത്തുകൾ ചെന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് കത്തുകൾ മുഖേനയുള്ള അറിയിപ്പ് പോലും വ്യക്തമായിട്ട് കൊടുത്തിരുന്നില്ല. മാത്രമല്ല, ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുന്നത് തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു ബോർഡായിരുന്നു. ആ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ഇന്റർവ്യൂ നടത്തിയ ആളുടെ മകൾക്കും അവരുടെ ചേച്ചിയുടെ മകൾക്കുമാണ് അതിൻ്റെ അകത്ത് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ 9 പേര് അവരുടെ ചേച്ചിയുടെ മകൾക്കും ആ ലിസ്റ്റിൽ, അതായത് 11 പേരെന്ന് പറഞ്ഞിട്ട് 9 പേരെ ഇന്നലെ അപ്പോയിൻമെന്റ് ചെയ്തു എന്നത് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ അതിൽ ആ 9 പേരിൽ 2 പേര് ഈ പറയുന്ന ബോർഡിലുള്ള ആളുടെ മകളും അവരുടെ ചേച്ചിയുടെ മകളുമാണ്. 2 ബന്ധു നിയമനമാണ് അവിടെ നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ 3 മണിക്ക് ശേഷം പഞ്ചായത്തിൽ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തന്നിരുന്ന ലിസ്റ്റ് ഇവിടെ പബ്ലിഷ് ചെയ്തു. പക്ഷേ ആ സമയത്ത് തന്നെ CDPOയുടെ നിന്ന് ഇവർക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്തു. മാത്രമല്ല, ബോർഡിലിരിക്കുന്ന ഒരാളുടെ ഏതൊരു ഇന്റർവ്യൂ നടത്തുമ്പോഴും ബോർഡിലിരിക്കുന്ന അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ഒന്നും അതിൻ്റെ അകത്ത് ഉദ്യോഗാർത്ഥികളായിട്ട് അല്ലെങ്കിൽ അതുപോലെ നിയമനത്തിൽ അവർ വരാൻ പാടില്ല എന്നുള്ളതുണ്ട്. പക്ഷെ അതിവിടെ സംഭവിച്ചു. ഞങ്ങൾക്ക് ഇന്നലെ ലിസ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ആ ആദ്യത്തെ 9 ലിസ്റ്റിൽ ഇവർ 2 പേര് കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി ഈ 2 ദിവസത്തിന് മുന്നേ നമുക്ക് ഒരു 2-3ഓളം കുട്ടികൾ അന്നത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത് ലിസ്റ്റ് ഏകദേശം പുറത്തുനിന്നൊക്കെ പബ്ലിഷ് ആയെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു പരാതി പഞ്ചായത്ത് കമ്മിറ്റിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഏകദേശം അവർ അറ്റൻഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിനും അവർ മാർക്ക് അവർക്ക് കിട്ടിയിരുന്നു. ചോദ്യത്തിന് എല്ലാത്തിനും അവർ ഉത്തരം പറഞ്ഞിരുന്നു. എങ്കിൽ പോലും അവർ ആ ലിസ്റ്റിൽ വന്നിട്ടില്ല. അപ്പം അത് തികച്ചും ഈ പറയുന്ന സ്വജനപക്ഷപാതവും ഏകപക്ഷീയവും ഒക്കെ ആയിട്ടുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കലായിരുന്നു അതെന്നുള്ളതാണ്. പിന്നെ ഇന്നലെ തന്നെ വിട്ട ആ ലിസ്റ്റ് വീണ്ടും അപ്പം തന്നെ അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്തു. ഇന്ന് രാവിലെ ഞങ്ങൾ പല മെമ്പർമാരെയും അവിടുത്തെ പെർമനന്റ് അല്ലാതെ ടെമ്പററി ആയിട്ട് നിൽക്കുന്ന ടീച്ചർമാർ വിളിച്ച് പറയുകയാണ് അവിടെ പുതിയ അപ്പോയിൻമെന്റ് വന്നു, അവർ ജോയിൻ ചെയ്യാൻ വന്നു എന്നുള്ളത്. എനിക്ക് ആ ജോലി കിട്ടേണ്ടതല്ലേ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒത്തിരിയേറെ ഉദ്യോഗാർത്ഥികളുണ്ട്. ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും അല്ല ഇതിൻ്റെ അകത്ത് പ്രധാനം. രാഷ്ട്രീയപരമായിട്ട് ഒരാളെ അറ്റൻഡ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ടോപ്പായിട്ട് കിട്ടിയ ഉദ്യോഗാർത്ഥികൾ പുറത്ത് നിൽക്കെ ഈ ബന്ധു നിയമനവും അതുപോലെ തന്നെ ഇവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടത്തുന്നതിൽ ഉള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങളിവിടെ ഇന്ന് അറിയിക്കുന്നത്. പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലിസ്റ്റ് റദ്ദാക്കിക്കൊണ്ട് അത് സുതാര്യമായിട്ട് എല്ലാവർക്കും കൂടി പറ്റുന്ന തരത്തിലുള്ള ഒരു മുഖാമുഖം നടത്തി യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം കൊടുക്കണമെന്നുള്ളൊരു അറിയിപ്പ് കൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏകപക്ഷീയമായ രാഷ്ട്രീയ നിയമനത്തിനായുള്ള മാനദണ്ഡങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയ നിയമനം നടന്നിട്ടുള്ളതെന്ന് ഭരണസമിതി സംശയം പ്രകടിപ്പിച്ചു. സ്വജനപക്ഷപാതവും അട്ടിമറിയും. ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളെ മാത്രം ഉൾപ്പെടുത്തി ഇന്റർവ്യൂ ബോർഡ് രൂപീകരിച്ചപ്പോൾ തന്നെ അനധികൃത നിയമനത്തിനുള്ള നീക്കങ്ങൾ മണത്തിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഷാജി വ്യക്തമാക്കി. ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന വ്യക്തികളുടെ മക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമാണ് നിയമനം നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിനു പുറമെ വലിയ രീതിയിലുള്ള സാമ്പത്തിക അഴിമതിയും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്നാണ് പൊതുജന സംസാരം. യോഗ്യതയുള്ളവരെ തഴഞ്ഞു. അഭിമുഖത്തിൽ പങ്കെടുത്ത് എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയവർക്കും ആവശ്യമായ യോഗ്യതയുള്ളവർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം ലഭിച്ചില്ല. അറിയിപ്പ് നൽകിയില്ല. അപേക്ഷ സമർപ്പിച്ച യോഗ്യരായ പല ഉദ്യോഗാർത്ഥികളെയും അഭിമുഖ വിവരമറിയിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്നും പരാതിയുണ്ട്. താൽക്കാലിക ജീവനക്കാരെ ഇറക്കിവിട്ടു.
നിലവിൽ അങ്കണവാടികളിൽ താത്കാലികമായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ മാനുഷിക പരിഗണന പോലും ഇല്ലാതെയാണ് ഒഴിവാക്കിയത്. വിളിച്ച് ഞങ്ങളോട് പറയുന്നത് ഇങ്ങനെ പുതിയ സ്ഥിര നിയമനം വരുന്നു, നിങ്ങൾ രാവിലെ 9 മണിക്ക് ചെല്ലണം, അവർക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് സൂപ്പർവൈസർ വിളിച്ച് പറയുന്നത്. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ വിളിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. ഇന്ന് രാവിലെ 8 മണിയായപ്പോഴാണ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ട് പുതിയ നിയമനം വന്നെന്ന് പറഞ്ഞത്. ഒരു തരത്തിലുള്ള മുൻകൂട്ടി അറിയിപ്പും നൽകാതെ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവർ നിയമന ഉത്തരവുമായി നേരിട്ടെത്തുകയായിരുന്നു. യാതൊരു മുൻഗണനയും നൽകാതെ തങ്ങളോട് ഉടൻ തന്നെ പുറത്തുപോകാൻ കൽപ്പിക്കുകയായിരുന്നു എന്ന് നിലവിലുണ്ടായിരുന്ന വർക്കേഴ്സ് പരാതിപ്പെടുന്നു. അടിയന്തര പ്രാധാന്യത്തോടെ നിലവിലെ ഇന്റർവ്യൂ ലിസ്റ്റും റാങ്ക് ലിസ്റ്റും റദ്ദാക്കി പുനഃപരീക്ഷ നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ഭരണപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് നമ്മൾ കൃത്യമായി ഇത് ശരിയായ ഒരു രീതിയിലല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമായത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ സാമ്പത്തിക അഴിമതിയും ഇത് ആരോപിക്കപ്പെടുന്നുണ്ടെന്ന് ജനസംസാരമാണ്. ഏകപക്ഷീയമല്ലാതെ സുതാര്യമായ രീതിയിൽ ഒരു ഇന്റർവ്യൂ നടത്തി, മുഖാമുഖം നടത്തി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണം. അതാണ് നമ്മളുടെ ആവശ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി ചേരും. അഴിമതിക്കെതിരെ വകുപ്പിന്റെ മുകൾത്തട്ടിലേക്ക് ഔദ്യോഗികമായി പരാതി നൽകാനും നിയമപരമായ മറ്റ് നടപടികളിലേക്ക് നീങ്ങാനുമാണ് പഞ്ചായത്ത് അധികൃതരുടെ തീരുമാനം. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ ഏകദേശം 15 ദിവസവും അല്ലെങ്കിൽ മിനിമമായിട്ട് 3 ദിവസം വേണമെന്നാണ് നിയമാനുസൃതം പറയുന്നത്. അപ്പോൾ ആ നിയമങ്ങൾക്ക് വിധേയമാകാതെ തന്നെയുള്ള പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാടും ഉദാഹരണമായിട്ടതാണ് ഇത്രയും അംഗനവാടികളിൽ താൽക്കാലികമായിട്ട് ജീവനക്കാരുണ്ട്. അവരോട് പോലും ഇന്ന് പറയാണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാവിലെ വന്ന് ജോലിക്ക് വന്ന ഇത്രയധികം 9ഓളം താൽക്കാലിക ജീവനക്കാർ ഇന്ന് രാവിലെ അംഗനവാടിയിൽ വരുന്ന സമയത്താണ് അവരറിഞ്ഞിരിക്കുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടന്നു എന്നുള്ളത്. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഷാജി, വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അനിൽകുമാർ, മറ്റ് ഭരണകക്ഷി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു.